തുടങ്ങിക്കോളൂ. അപൂർവ ജീവികൾ, അപൂർവമായ ഒരു അപൂർവ ജീവികളിൽ അപൂർവമായ ഒരു അവതാരം ഇതാ ബാലൻ മാധവൻ. സ്വന്തം അച്ഛന്റെ പേര് കെടുത്താനും അമ്മ വത്സലാമ്മയുടെ പേര് കെടുത്താനുമായി ഇതാ ഒരു പുനരവതാരം. അവൻ കഴിക്കുന്നത് എന്താണ്? ഇതാ ഇതെന്താണ്? ഇത് അമ്പലപ്പുഴ പാൽപ്പായസം, മേഡ് ഇൻ മാടൻ കോവിൽ. അമ്പലപ്പുഴ പാൽപ്പായസം, ഒപ്പം ബോളി മഹ, തുളുവിൽ ബോളി മഹ. നിങ്ങൾക്കറിയാമോ? കേരളത്തിലെ കാടുകളിൽ നിന്ന് പിടിച്ച നാടൻ കോഴി. കണ്ട കോഴിക്കറി. എടുത്ത് ബോളി ഇത് കഴിച്ച് ഛർദ്ദിക്കുന്നവർക്ക് 100 രൂപ. ഒപ്പം ചിക്കൻ ലിവറും. സത്യം ഇതുവരെ ആരും കണ്ടുപിടിക്കാത്ത അദ്ദേഹത്തിന്റെ സംതൃപ്തി കണ്ടില്ലേ? ഇങ്ങനെ കഴിച്ചാൽ കഴിക്കാൻ നീ മാത്രമേ കാണുള്ളൂ. ശരിക്കും അത് കപ്പയ്ക്കുള്ളൂ. എന്താ നീ ആ സൈഡിൽ കറി മാത്രമേ കഴിക്കാൻ ടേസ്റ്റ് കുറവ്. യൂട്യൂബിൽ കൊടുക്കൂല്ലോ. കൊടുക്കൂടെ നീ? ഇട്ടാലുണ്ട്. യൂട്യൂബിൽ കൊടുക്കുവോ? ബോളിയും കോഴിക്കറി. ആയുർവേദ പ്രകാരം അറിയാമല്ലോ, കോഴികൾക്ക് ഇത് പറ്റിയതല്ല. കുഴപ്പമില്ല. എന്താണ് പറയുന്നത്? ഇതിനെ പറ്റി ഞാൻ ഇത്രയും ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി ഒന്നും വേണ്ട. തെറ്റി ഞങ്ങൾ മനസ്സിലായില്ലേ? ഈ പറഞ്ഞ നീ പറഞ്ഞ കിട്ടുന്നു. ആര് പറ്റു കേരളത്തിലെ എന്ന് ബാലൻ പറയും. ഞാൻ പറയുന്നത് കേരള ചരിത്രത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ ജനത്തിൽപ്പെട്ട മാധവൻ പിള്ളയുടെ ഇളയ മകനായ ബാലൻ മാധവൻ, ബോളി മക. ബോളി മക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോളിയല്ല. മാംഗ്ലൂർ തുളുവിൽ പറയുകയാണെങ്കിൽ കഴിവേണമാണ്. അതാണ് ബോളി മക. അദ്ദേഹം വായിക്കാത്ത നിറച്ചും കോഴി ഇട്ടിട്ട് പറയുകയാണ് ഒരു കുഴപ്പമില്ല. കോഴിക്കാണ്ട കുഴപ്പം. എന്ത് പറയാനുണ്ട്? അതിനൊക്കെ ഉഗ്ര കോമ്പിനേഷൻ ഉണ്ട്. ഇതുകൂടെ എടുത്ത് പറയണ്ടേ? നമുക്ക് ഈ ഐറ്റം കിട്ടിയില്ലേ? കേരളത്തിൽ ഇങ്ങനെയും ജീവികളുണ്ട്. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ചരിത്രത്തിൽ ഇടം നേടുന്ന കേരളത്തിലെ ഏക ഫോട്ടോഗ്രാഫറായ ശ്രീ മാധവൻ പിള്ളയുടെ ഇളയ മകൻ കല്യാണ ഫോട്ടോഗ്രാഫിയിൽ അത്യുഗ്രനും കല്യാണ വീരനുമായ ഇദ്ദേഹം 25 വർഷത്തെ സർവീസിനിടയ്ക്ക് ആദ്യമായി കോഴിക്കറിയും ബോളിയും എങ്ങനെ കഴിച്ച് ഛർദ്ദിക്കാം എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അവസാനിപ്പിക്കാൻ